അപ്പോ സമയം ഇപ്പൊ രാത്രി 1:45. ഇപ്പൊ ഈ സമയത്ത് ഒരു വീഡിയോ ചെയ്യാൻ കാരണം രാത്രി 12:30, അതായത് കൃത്യം 1 മണിക്കൂർ മുമ്പ് സോഷ്യൽ മീഡിയയിൽ ഒരു വലിയ ബ്ലാസ്റ്റ് നടന്നു. അതെ, എമ്പുരാന്റെ ട്രെയിലർ നാളെ ഉച്ചയ്ക്ക് 1 മണിക്ക് ഇറക്കാൻ നിന്ന ട്രെയിലർ, നാളെ ഉച്ചയ്ക്ക് 1:08 PM വെച്ച ട്രെയിലർ വലിയൊരു ഇവന്റോട് കൂടി നാളെ ഇറക്കാൻ നിന്നൊരു ട്രെയിലർ ആയിരുന്നേ. പക്ഷെ ഇന്ന് രാത്രി, അതായത് കൃത്യം 1 മണിക്കൂർ മുമ്പ്, ഇന്ന് രാത്രി 12:25 സോഷ്യൽ മീഡിയയിൽ പ്രതീക്ഷിക്കാണ്ടെത്തി ഒരു വലിയൊരു ബ്ലാസ്റ്റ് നടന്നു. എമ്പുരാൻ ബ്ലാസ്റ്റ്, ട്രെയിലർ ബ്ലാസ്റ്റ്. ട്രെയിലർ പെട്ടെന്ന് വരാനുള്ള കാരണം വേറൊന്നല്ല, ട്രെയിലർ ലീക്ക് ആയിട്ടുണ്ടായിരുന്നു. ഏകദേശം രാത്രി 10 മണിക്ക് ശേഷം നമ്മുടെ ശ്രീഗോകുലം മൂവീസിന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി ട്രെയിലറിലെ ഭാഗങ്ങളൊക്കെ ലീക്കായി. ട്രെയിലർ തന്നെ ലീക്കായി. അത് കുറച്ച് പേര് കണ്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് പേര് കണ്ടു എന്ന് മാത്രമല്ല, ട്രെയിലർ ലീക്കായ ട്രെയിലറിലെ സ്ക്രീൻഷോട്ട് സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ ഇവിടങ്ങളിലൊക്കെ, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ, സിനിമാപരമായിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ എമ്പുരാൻ്റെ ലീക്കായ ട്രെയിലറിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഭയങ്കരമായിട്ട് പ്രചരിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് സിനിമാക്കാർ അറിഞ്ഞു. അപ്പോൾ അവർ തന്നെ പെട്ടെന്ന് എടുത്തൊരു തീരുമാനമായിരുന്നു എത്രയും പെട്ടെന്ന് എമ്പുരാൻ്റെ ട്രെയിലർ ഒഫീഷ്യലി റിലീസ് ചെയ്യുക എന്നുള്ളത്. അങ്ങനെ പെട്ടെന്ന് എടുത്തൊരു കാരണം എന്തായാലും സംഭവം ലീക്കായി, ട്രെയിലർ എന്തായാലും ലീക്കായി. ഇനിയിപ്പോൾ എന്തായാലും കൂടുതൽ ഇപ്പോൾ ഈ ലീക്കായ ട്രെയിലർ സ്ക്രീൻഷോട്ടുകൾ ഇങ്ങനെ ഷെയറായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒഫീഷ്യലി എമ്പുരാൻ്റെ ട്രെയിലർ സിനിമക്കാർ റിലീസ് ചെയ്തു. ആദ്യം തമിഴാണ് വന്നത്, തമിഴ് ട്രെയിലറാണ് ആദ്യം വന്നത്. അതിൻ്റെ തൊട്ട് പിന്നാലെ തന്നെ നമ്മുടെ ആശീർവാദിൻ്റെ യൂട്യൂബ് ചാനലിൽ മലയാളം ട്രെയിലറും എത്തി. നമുക്ക് ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കുന്നു. ലൈക്ക പ്രൊഡക്ഷൻസ്, സുഭാസ്കരൻ പ്രസന്റ്, പി കെ രാംദാസ്, ശ്രീഗോകുലം മൂവീസ്, ആശീർവാദ്, കുറച്ച് പേരുണ്ട്. യെസ്, ടോവിനോ, ജിതിൻ രാംദാസ്. നിരന്തരം തളർത്താൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് മുന്നിൽ നിന്ന് പൊരുതിയ ശത്രുക്കളായിരുന്നില്ല. നമ്മുടെ ലൂസിഫറിലുണ്ടായിരുന്ന ആ ഒരു സ്പീച്ച് തന്നെ. സുരാജേട്ടൻ BJP ആണെന്ന് തോന്നുന്നു. പക്ഷേ വരുന്നതേ അത്ര ചില്ലറ കൈയല്ല. എമ്പുരാന്റെ ടീസർ പോലല്ല ഈ ട്രെയിലർ. കാരണം ഇത് ശരിക്കും ഇപ്പൊ വന്ന ഈ ട്രെയിലർ ശരിക്കും ഒരു ലൂസിഫർ മോഡലാട്ടാ. ലൂസിഫറിന്റെ ട്രെയിലർ അല്ലെങ്കിൽ ലൂസിഫർ സിനിമ ആ ഒരു മോഡൽ തന്നെ ഉണ്ട് കേട്ടാ. എമ്പുരാന്റെ ടീസർ എന്ന് പറയുന്നത് അത് ലൂസിഫർ പോലെ ആയിരുന്നില്ല, വേറൊരു സിനിമ. അത് വെച്ചിട്ടുണ്ടെങ്കിൽ ലൂസിഫറിന്റെ 2ാം ഭാഗം അല്ലാത്ത പോലത്തെ ഒരു വെച്ചിട്ടുണ്ടെങ്കിൽ ലൊക്കേഷൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നേ ഫുള്ള്. ആ ടീസർ അങ്ങനെ ആയിരുന്നേ. പക്ഷെ ഇത് ഒരു ലൂസിഫർ വൈബ് ഇതിനകത്ത് ഉണ്ട്. മനുഷ്യജീവന് മുകളിൽ ഒരു രക്തബന്ധത്തിനും വിലയുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. വില്ലന്മാര് കുറച്ചു പേരുണ്ടെന്തായാലും. सब देख रही है. ഓ എന്തൊക്കെ സോങ്, ഓന്റെ മോനെ. ഓ സ്റ്റീഫൻ ഹെൻറി, ലാലേട്ടൻ, പക്ക ലൂസിഫർ വൈബ് ട്രെയിലർ. ഇനി ലോകത്തെ രക്തബന്ധം എന്ന് പറയാൻ എനിക്ക് ഒരാളേ ഉള്ളൂ. പണ്ടെപ്പോഴും കേരള രാഷ്ട്രത്തിൽ ഓരോ MLA മാത്രമായിരുന്നു. അയാളെ എന്തിനാണ് സാറിങ്ങനെ പേടിക്കുന്നത്? നമ്മൾ അറിയാത്തത് എന്തോ സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ കഥയിലുണ്ട്. ദൈവപുത്രൻ തന്നെ തെറ്റ് ചെയ്യുമ്പോൾ ചെകുത്താനെ അല്ലാതെ വേറെ ആരെ ആശ്രയിക്കാൻ? അപ്പോ അത് ഏകദേശം ഉറപ്പാ, ടോവിനോ തന്നെയാണ് ഇതിലെ മെയിൻ വില്ലൻ എന്നുള്ള കാര്യം ട്രെയിലറിലൂടെ തന്നെ നമുക്ക്
വ്യക്തമാക്കി തരുന്നുണ്ട് കേട്ടോ. ഇത് തന്നെ ആയിരിക്കും. അതിനുള്ള ആ ഡയലോഗാണ് ഇപ്പോൾ കേട്ടത് ലാലേട്ടൻ്റെ ഭാഗത്തുനിന്ന്. Friend. ലൂസിഫർ പൃഥ്വി. Zaid Masood. We have to end this war. So Stephen, come back. Save you, man. ഓ ലാലേട്ടൻ്റെ മുണ്ട് മടക്കിയുള്ളൊരു 1.5 അടി ഉണ്ടാവുകയില്ലേ. വാടാ പറഞ്ഞില്ലേ കുഴപ്പമില്ല, അത് സിനിമയിൽ പറയും. പവർ ഇതോരോ 1.5 ഐറ്റായിരിക്കുന്നു മക്കളെ. Yes, L2 എമ്പുരാൻ. Who are you really? Lucifer. ഫ്രെയിം എക്സ്പീരിയൻസ് 69 മാക്സ്. ഞാൻ ആകെ വയർക്കണത് വേറൊന്നല്ല, നമ്മൾ ഫാൻ ഓഫ് ആക്കിക്കുക. ഫാൻ ഇട്ടാൽ നമുക്കത് മൈക്കിൽ പറയണത് ക്ലിയർ ആവില്ല, അതുകൊണ്ട് നമ്മൾ ഫാൻ ഓഫ് ആക്കിക്കാണ്. അപ്പോൾ ഓക്കെ, നമ്മുടെ ട്രailer എന്തായാലും കണ്ടു കഴിഞ്ഞു. ട്രailer എനിക്ക് നന്നായിട്ട് ഇഷ്ടമായി. എമ്പുരാൻ്റെ ടീസർ വന്നപ്പോൾ ഒരു ലൂസിഫറായിട്ടൊരു ബന്ധമില്ലാത്ത പോലത്തെ ഒരു ടീസറായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, ലൂസിഫറിലെ സീനുകളും മറ്റേ വോയിസ് ഓവറും പരിപാടിക്ക് ഉണ്ടെങ്കിൽ പോലും ആ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഖുറേഷി അബ്രാഹിമിൻ്റെ അവിടുത്തെ കാര്യങ്ങൾ പറയുമ്പോൾ അത് ഒരു ലൂസിഫർ പോലൊരു കേരള രാഷ്ട്രീയമൊന്നും കാണിക്കാത്തൊരു സെറ്റപ്പായിരുന്നു നമ്മുടെ എമ്പുരാൻ്റെ ടീസർ എന്ന് പറഞ്ഞത്. പക്ഷേ ഈ ഒരു ട്രailerലോട്ട് വന്നപ്പോൾ ശരിക്കും ഒരു ലൂസിഫർ വൈബ് സാധനം എനിക്ക് ഇന്ന് കിട്ടി. പ്രത്യേകിച്ച് ആ കൊച്ചു കുട്ടിയുടെ എമ്പുരാനെ എന്ന് പറഞ്ഞ ആ സാധനമുള്ളൂ, അത് തകർത്തുണ്ട്. എനിക്ക് എല്ലാം കൊണ്ടും ട്രെയിലർ ഇഷ്ടമായി. അവസാനത്തെ ഖുറേഷി അബ്രാഹിമിൻ്റെ സാധനവും നാട്ടുമ്പുറത്തെ കേരളത്തിലെ സ്റ്റീഫൻ്റെയും രാഷ്ട്രീയവും പരിപാടികളും എല്ലാം കൊണ്ട് 3 മിനിറ്റ് 50 സെക്കൻഡ് ഒരു കലക്കാച്ച് ട്രെയിലർ. എനിക്ക് എല്ലാം കൊണ്ടും നന്നായിട്ട് ഈ ട്രെയിലർ ഇഷ്ടമായി. അപ്പോൾ ഇനി മാർച്ച് 27, യെസ്, നാളെ ബുക്കിംഗ് തുടങ്ങും. നാളല്ല, മറ്റന്നാൾ വെള്ളിയാഴ്ച 21-ാം തീയതി വെള്ളിയാഴ്ച രാവിലെ 9 മണിക്കാണ് ബുക്കിംഗ് തുടങ്ങും എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും വെയിറ്റിംഗ് ആണ്. മാർച്ച് 27 മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് നമ്മുടെ എമ്പുരാൻ്റെ രാജകീയ വരവ്. നമ്മുടെ ഇൻഡസ്ട്രിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരു വലിയൊരു ഫൈനൽ കളക്ഷൻ എമ്പുരാൻ ഇടാൻ പറ്റട്ടെ. 27-ാം തീയതി കാണാം.